പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന എൻ ടി പി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇതേ നോക്കാം. ലാസ്റ്റ് വീഡിയോ. In a college, there are total 250 students. Average weight of boys is 50 and average weight of girls is 45. Also, it is known that the overall average is 48. What is the number of boys in the college? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കോളേജിൽ 250 സ്റ്റുഡൻസ് ഉണ്ട്. ഒരു കോളേജിൽ 250 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ ബോയ്സും ഗേൾസും കൂടെ 250 സ്റ്റുഡൻസ് ഉണ്ട്. ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ് ഈസ് 50. അവിടുത്തെ ബോയ്സിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. ആൻഡ് ആവറേജ് വെയിറ്റ് ഓഫ് ഗേൾസ് ഈസ് 45. അവിടുത്തെ ആവറേജ് ഗേൾസിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 45 ആണ്. അങ്ങനാണെങ്കിൽ ആൾസോ ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ ഓവറാൾ ആവറേജ് ഈസ് 48. ഇവിടുത്തെ മൊത്തത്തിലുള്ള ആവറേജ് എന്ന് പറയുന്നത് ഗേൾസും ബോയ്സും കൂടെ ഉൾപ്പെട്ട മൊത്തത്തിലുള്ള ആവറേജ് എന്ന് പറയുന്നത് 48 ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ കോളേജ്? അങ്ങനെയാണെങ്കിൽ ആ കോളേജിലെ ബോയ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ആ കോളേജിലെ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം നമുക്ക് നമ്മൾ നോക്കേണ്ടത് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തിലെ ആവറേജിൻ്റെ ഇക്വേഷൻ എന്താ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് അല്ലേ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. ഇവിടെ നോക്കി, ഇവിടെ ബോയ്സിൻ്റെ എണ്ണത്തെ ഞാൻ ബി എന്ന് കൊടുക്കുന്നു, ഗേൾസിൻ്റെ എണ്ണത്തെ ഞാൻ ജി എന്ന് കൊടുക്കുന്നു, അപ്പം ബി എന്ന് പറയുന്ന ബോയ്സിൻ്റെ എണ്ണമാണ്, ജി എന്ന് പറയുന്ന ഗേൾസിൻ്റെ എണ്ണമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ബോയ്സും ഗേൾസും കൂടെ കൂട്ടുമ്പോൾ ബോയ്സ് എത്രയാണ് ഗേൾസ് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കൂടെ എണ്ണം കൂട്ടിയാൽ എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ ടോട്ടൽ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 250 ആണ് അല്ലേ? ബോയ്സും ഗേൾസും കൂടെ ടോട്ടൽ എത്ര പേരുണ്ട്? 250 പേരുണ്ട്. ബോയ്സും ഗേൾസും കൂടെ ടോട്ടൽ എത്ര പേരുണ്ട്? 250 പേരുണ്ട്. ഇതിൽ നിന്നും ഞാൻ ഗേൾസിൻ്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ബോയ്സും ഗേൾസും കൂടെ 250 പേരുണ്ടെങ്കിൽ അതിൽ ഗേൾസിൻ്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 250 നിന്നും ഞാൻ ബോയ്സിൻ്റെ നമ്പർ അങ്ങ് കുറച്ചാൽ മതി അല്ലേ? ഗേൾസിൻ്റെ നമ്പർ എനിക്ക് കിട്ടണമെങ്കിൽ, എത്ര ഗേൾസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ടോട്ടൽ നമ്പറിൽ നിന്നും ബോയ്സിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും? ഗേൾസിൻ്റെ എണ്ണം കിട്ടും അല്ലേ? അപ്പം ഗേൾസ് എന്ന് പറയുന്നത് 250 മൈനസ് ബോയ്സ് ആണ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? എന്താ പറഞ്ഞത്? ബോയ്സിൻ്റെ എണ്ണത്തെ ഞാൻ ബി എന്നെടുക്കുന്നു, ഗേൾസിൻ്റെ എണ്ണത്തെ ഞാൻ ജി എന്നെടുക്കുന്നു. ആകെ ടോട്ടൽ ആ ക്ലാസ്സിൽ 250 പേരുണ്ട് എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ എണ്ണവും പ്ലസ് ഗേൾസിൻ്റെ എണ്ണവും കൂടെ കൂട്ടുന്നത് 250 ആയിരിക്കും. അതിൽ നിന്ന് ഗേൾസിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ 250 നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ബോയ്സിൻ്റെ എണ്ണത്തെ മൈനസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഗേൾസിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ് ഈസ് 50. എന്താ പറഞ്ഞേക്കുന്നത്? ബോയ്സിൻ്റെ ആവറേജ് എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ നോക്കി, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഇവിടുത്തെ ആവറേജ് 50 എന്ന് കൊടുത്തിട്ടുണ്ട്, ആവറേജ് 50 ആണ്. ഈക്വൽ ടു ടോട്ടൽ. ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് ബോയ്സിൻ്റെ ഫുള്ള് വെയിറ്റ് അല്ലേ? എത്ര ബോയ്സ് ഉണ്ടോ അത്രയും ബോയ്സിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുന്നതാണ്. ടോട്ടൽ ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ട് ബോയ്സിൻ്റെ എണ്ണത്തെ നമ്മൾ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബി. ഓക്കെ, നമ്പർ ഓഫ് ബോയ്സ് ബി ആണ്. ഇതിൽ നിന്നും നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ ഈക്വൽ ടു എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ എല്ലാവരുടെയും കൂടെ വെയിറ്റ് എന്ന് പറയുന്നത് 50 ഇൻറ്റു ബി ആണ്. ഓക്കെ ആണോ പറഞ്ഞത്? പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. ഇവിടെ ബോയ്സിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട് 50 ആണ്. നമ്മൾ ബോയ്സിൻ്റെ എണ്ണത്തെ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോയ്സിൻ്റെ മുഴുവൻ വെയിറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 50 ബി എന്ന് കിട്ടും. അതേപോലെ തന്നെ ഗേൾസിൻ്റെ കാര്യവും നമ്മൾ പറയുന്നു. ഗേൾസിൻ്റെ നോക്കിയ ആവറേജ് വെയിറ്റ് ഓഫ് ഗേൾസ് ഈസ് 45 ആണ് ഗേൾസിൻ്റെ ആവറേജ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ ടി ബൈ ഗേൾസിൻ്റെ എണ്ണത്തെ നമ്മൾ ജി എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ ഗേൾസിൻ്റെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 45 ജി എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ?
ഓക്കെ, അപ്പോൾ ഇവിടെ ബോയ്സിൻ്റെ മൊത്തം വെയിറ്റ് കിട്ടി, ഗേൾസിൻ്റെ മൊത്തം വെയിറ്റ് കിട്ടി, ബോയ്സിൻ്റെ മൊത്തം വെയിറ്റും ഗേൾസിൻ്റെ മൊത്തം വെയിറ്റും കിട്ടി. ഇനി വേറൊരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ആൾസോ ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ ഓവറാൾ ആവറേജ് ഈസ് 48. 250 കുട്ടികളുടെ 250 കുട്ടികളുടെ ആവറേജ് ഇവിടെ തന്നിട്ടുണ്ട്. 250 കുട്ടികളുടെ ആവറേജും നമുക്ക് തന്നിട്ടുണ്ട്. 250 കുട്ടികളുടെ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നോക്കിയേ, 250 കുട്ടികളുടെ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 48 അല്ലേ, ആവറേജ് 48 എന്ന് തന്നിട്ടുണ്ട്. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് ഇവിടെ? 250. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ കണ്ടുപിടിക്കാം അല്ലേ. ടോട്ടൽ ഈക്വൽ ടു 48 ഇൻറ്റു 250. 48 ഇൻറ്റു 250. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം ബോയ്സിൻ്റെ മൊത്തം ടോട്ടൽ എടുത്തു, ഗേൾസിൻ്റെ മൊത്തം ടോട്ടൽ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 കുട്ടികളുടെയും ടോട്ടൽ കിട്ടി. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, മൊത്തം 250 പേരുണ്ടല്ലേ, മൊത്തം 250 പേരാണ് ഉള്ളത്. എത്ര? ബോയ്സും ഗേൾസും കൂടെ കൂട്ടിയാണ് 250 പേര്. ബോയ്സും ഗേൾസും കൂടെ കൂട്ടിയാണ് 250 പേര്. എന്ന് വെച്ചാൽ ബോയ്സിൻ്റെ അത്രയും വെയിറ്റും, ബോയ്സിൻ്റെ വെയിറ്റ് എത്ര ആയിരുന്നു? 50 ബി ആണ് ബോയ്സിൻ്റെ വെയിറ്റ്. ഈ ബോയ്സിൻ്റെ വെയിറ്റും ഗേൾസിൻ്റെ വെയിറ്റായ 45 ജിയും കൂടെ, ബോയ്സിൻ്റെ വെയിറ്റും ഗേൾസിൻ്റെ വെയിറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 250 പേരുടെ വെയിറ്റ് നമുക്ക് കിട്ടും അല്ലേ. 250 പേരെന്ന് പറഞ്ഞാൽ ഈ ഗേൾസും ബോയ്സും കൂടെ ചേർന്നല്ലേ. എന്ന് വെച്ചാൽ ബോയ്സിൻ്റെ മൊത്തം വെയിറ്റും ഗേൾസിൻ്റെ മൊത്തം വെയിറ്റും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 250 പേരുടെ മൊത്തം വെയിറ്റ് കിട്ടും. 250 പേരുടെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 48 ഇൻറ്റു 250 എന്ന് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? 48 ഇൻറ്റു 250. അപ്പോൾ നമുക്ക് എഴുതാം 50 ബി ബോയ്സിൻ്റെ ഫുൾ വെയിറ്റും ഗേൾസിൻ്റെ ഫുൾ വെയിറ്റും കൂടെ കൂട്ടിയാൽ ഈ 250 പേരുടെ വെയിറ്റ് നമ്മുടെ ടോട്ടൽ കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്രയും ഇങ്ങനെ എഴുതിയാൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, 50 ബി പ്ലസ് 45 ഗേൾസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഗേൾസിൻ്റെ എണ്ണം എങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്? 250 മൈനസ് ബി, 250 മൈനസ് ബി എന്ന് എഴുതിയിട്ടുണ്ട്. 250 മൈനസ് ബി ഈക്വൽ ടു 48 ഇൻറ്റു 250. 48 ഇൻറ്റു 250. 48 ഇൻറ്റു 250. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി നോക്കിയേ, 50 ബി പ്ലസ് 45 ഇൻറ്റു 250. 45 ഇൻറ്റു 250 എത്ര കിട്ടും? 45 ഇൻറ്റു 250. ഇനി ഇവിടെ നോക്കിയേ, 45 ഇൻറ്റു 250 മൈനസ് ബി അല്ലേ. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 45 ഇൻറ്റു 250. 45 ഇൻറ്റു 250 ചെയ്യുമ്പോൾ 11,250 എന്ന് കിട്ടും. 11,250 മൈനസ് 45 ഇൻറ്റു മൈനസ് ബി 45 ബി എന്ന് കിട്ടി. ഈക്വൽ ടു 48 ഇൻറ്റു 250. 48 ഇൻറ്റു 250 12,000 എന്ന് കിട്ടി. 12,000. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം? 50 ബി മൈനസ് 45 ബി. 50 ബിയിൽ നിന്ന് 45 ബി പോയി കഴിഞ്ഞാൽ ബാക്കി 5 ബി. 5 ബി ഈക്വൽ ടു ഈ 11,250 ഈ പ്ലസ് 11,250 നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആവും. എന്ന് വെച്ചാൽ 12,000 മൈനസ് 11,250. 12,000 മൈനസ് 11,250 എത്ര കിട്ടും നമുക്ക്? 750 എന്ന് കിട്ടും. 750 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഈക്വൽ ടു 750 ഡിവൈഡഡ് ബൈ 5. 750 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും നമുക്ക്? 150 എന്ന് ആൻസർ കിട്ടും. എത്ര? 150. ഇവിടുത്തെ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 150. ബി ആയിട്ട് നമ്മൾ എടുത്തത് എന്തായിരുന്നു? ബോയ്സിൻ്റെ എണ്ണമാണ് നമ്മൾ ബി ആയിട്ട് എടുത്തത് അല്ലേ. അതുകൊണ്ട് 150 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബോയ്സിൻ്റെ എണ്ണമാണ്. ആ ബോയ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്ന ഒറ്റ ഇക്വേഷനുള്ള ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ. ഇത് വെച്ചായിരിക്കും നമുക്ക് ചെയ്യേണ്ട. വേറെ ഒരു ഇക്വേഷനും ഇതിനകത്ത് വരത്തില്ല. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 1 at 2 at 3 at 4 at 5 if at is the plus or into then find the minimum value of the given expression. നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1 at 2 at 3 at 4 at 5. ഇതിൻ്റെ
അറ്റിൻ്റെ പ്ലേസിൽ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും അല്ലേ? അറ്റിൻ്റെ പ്ലേസിൽ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഉദാഹരണം 1 + 2 പ്ലസ് കൊടുക്കുകയാണെങ്കിൽ ദേ 1 + 2 + 3 + 4 + 5 എന്ന് കിട്ടും അല്ലേ? പ്ലസ് കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. എത്ര കിട്ടുമായിരിക്കും? 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15 എന്ന ആൻസർ കിട്ടി. 15 എന്ന ആൻസർ കിട്ടി. ഇനി എന്താ പറയുന്നത്? ഓർ ഇൻറ്റു എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലസിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അറ്റിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കുക? ഇൻറ്റു കൊടുക്കുക. 1 × 2, 2 × 3, 3 × 4, 4 × 5 എത്ര കിട്ടുമായിരിക്കും? 1 × 2 2, 2 × 3 6, 6 × 4 24, then 24 × 5 120 അല്ലേ? രണ്ട് ആൻസർ നമുക്ക് കിട്ടി അല്ലേ? അറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ പ്ലസും ഇൻറ്റുവും ഇട്ട് കൊടുത്തപ്പോൾ രണ്ട് ആൻസർ നമുക്ക് കിട്ടി. എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദി ഗിവൺ എക്സ്പ്രഷൻ. ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദി ഗിവൺ എക്സ്പ്രഷൻ. താഴെ പറയുന്നവയിൽ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനകത്ത് കിട്ടുന്ന മിനിമം വാല്യൂ എന്താണ്? ഏറ്റവും ചെറിയ വാല്യൂ എന്താണ്? എത്ര ചെറിയ വാല്യൂ? 15 ആണ് അല്ലേ? 15ഉം 120 നമുക്ക് കിട്ടി. ചെറിയ വാല്യൂ 15 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബുക്ക് സെല്ലർ ഗീവ്സ് 10% ഡിസ്കൗണ്ട് ടു ഹിസ് കസ്റ്റമേഴ്സ് ബട്ട് ഹി ഗെറ്റ്സ് ബുക്ക് ഓൺ 30% ഡിസ്കൗണ്ട് ഓൺ ദി marked price from the merchant. What is his actual profit percentage of the bookseller? ഒരു ബുക്ക് സെല്ലർ, ഇത് നോക്കിയേ, ഒരു ബുക്ക് സെല്ലർ ആണെന്ന് വിചാരിക്കുക. ഒരു ബുക്ക് സെല്ലർ അയാളുടെ കസ്റ്റമറിന് 10%, ഇത് കസ്റ്റമറാണ്, ഓക്കെ, കസ്റ്റമറിന് 10% ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്തു? ഒരു ബുക്ക് കൊടുത്തു. എ ബുക്ക് സെല്ലർ ഗീവ്സ് 10% ഡിസ്കൗണ്ട് ടു ഹിസ് കസ്റ്റമർ. 10% കസ്റ്റമറിന് എന്ത് കൊടുത്തു? ഡിസ്കൗണ്ട് കൊടുത്തു. ബട്ട് ഹി ഗെറ്റ്സ് ബുക്ക് ഓൺ 30% ഡിസ്കൗണ്ട് ഓൺ ദി മാർക്കറ്റ് പ്രൈസ് ഫ്രം ദി മെർച്ചൻറ്റ്. അന്നേരം ഈ കച്ചവടക്കാരനുണ്ടല്ലോ, ഈ ബുക്ക് സെല്ലർ, ബുക്കുകൾ വിൽക്കുന്ന ഈ കച്ചവടക്കാരൻ 10% ഡിസ്കൗണ്ടോട് കൂടിയാണ് കസ്റ്റമർക്ക് കൊടുത്തത്. പക്ഷേ ഈ കച്ചവടക്കാരന് അത് കിട്ടുന്നത് 30% ഡിസ്കൗണ്ടോട് കൂടിയാണ് ആ ബുക്ക് കിട്ടുന്നത്. 30% ഡിസ്കൗണ്ടോട് കൂടിയാണ് ഈ ബുക്ക് കച്ചവടക്കാരന് ആ ബുക്കുകൾ മെർച്ചൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോഫിറ്റ് % ഓഫ് ദ ബുക്ക് സെല്ലർ? അങ്ങനെയാണെങ്കിൽ ബുക്ക് സെല്ലറിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഇത് നോക്കിയേ, ഒരു ബുക്ക് സെല്ലർ ഒരു കസ്റ്റമർക്ക് അദ്ദേഹത്തിൻ്റെ ബുക്ക് വിൽക്കുന്നത് 10% ഡിസ്കൗണ്ടോട് കൂടിയാണ്. ഈ ബുക്ക് സെല്ലറിന് ആ ബുക്കുകൾ കിട്ടുന്നത് മെർച്ചൻറ്റിൽ നിന്നും 30% ഡിസ്കൗണ്ടോട് കൂടിയാണ് ബുക്ക് സെല്ലറിന് കിട്ടുന്നത്. ഈ ബുക്ക് സെല്ലർ അത് 10% ഡിസ്കൗണ്ടോട് കൂടി ആർക്ക് വിൽക്കുന്നുണ്ട്? കസ്റ്റമർക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ബുക്ക് സെല്ലറിന് എത്ര രൂപയാണ് ലാഭം കിട്ടുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ആ ബുക്കിന് 100 എന്ന് കൊടുക്കുക. 100 രൂപയാണെന്ന് വിചാരിക്കുക. കൺസിഡർ ചെയ്യുക, ആ ബുക്കിന് 100 രൂപയാണെങ്കിൽ ആ ബുക്കിന് 100 രൂപയാണെന്ന് വിചാരിക്കുക. ആ ബുക്കിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ 100 രൂപയുടെ ബുക്കിന് 100 രൂപയാണ് ഈ ബുക്കിൻ്റെ വില. 100 രൂപയാണ് ബുക്കിൻ്റെ വില എന്ന് മനസ്സിലാക്കുക. 100 രൂപയാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കസ്റ്റമറിന് 10% ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 രൂപയ്ക്കകത്തിലെ 10%, 100ൻ്റെ 10% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 100 × 10/100 അല്ലേ? എന്ന് വെച്ചാൽ 10 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. 10 രൂപയാണ് ഡിസ്കൗണ്ട്. 100ൻ്റെ 10 രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 100ൽ നിന്നും 10 രൂപ കുറച്ച് 90 രൂപയ്ക്ക് ആർക്ക് കൊടുക്കുന്നു? ഈ കസ്റ്റമറിന് കൊടുക്കുന്നു. 90 രൂപയ്ക്ക് ആർക്ക് കൊടുക്കുന്നു? കസ്റ്റമറിന് കൊടുക്കുന്നു. മനസ്സിലായോ? 100ൻ്റെ 10% ഡിസ്കൗണ്ടോട് കൂടിയെന്ന് വെച്ചാൽ 100ൻ്റെ 10% എന്ന് വെച്ചാൽ നമുക്കറിയാം അത് 10 രൂപയാണ്. ആ 10 രൂപയിലാണ് ആർക്ക് കൊടുക്കുന്നത്? 10 രൂപ കുറച്ചാണ് ആർക്ക് കൊടുക്കുന്നത്? കസ്റ്റമറിന് കൊടുക്കുന്നത്. അതായത് കസ്റ്റമറിന് വിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഈ 100 രൂപയുടെ സാധനം ഈ ബുക്ക് സെല്ലറിന് കിട്ടുന്ന എത്ര രൂപ ഡിസ്കൗണ്ടിലാണ്? 30% ഡിസ്കൗണ്ടിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 രൂപയ്ക്കാണ് ആർക്ക് കിട്ടുന്നത്? ബുക്ക് സെല്ലറിന് ഈ ബുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ 100 രൂപ വിലയുള്ള ബുക്ക് അത് 30% ഡിസ്കൗണ്ടോടുകൂടി ബുക്ക് സെല്ലറിന് കിട്ടുന്നു. 30% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 100ൻ്റെ 30% എന്ന് വെച്ചാൽ അത് 30 രൂപയാണ്. അപ്പോൾ 100 - 30 ചെയ്താൽ നമുക്ക് 70 രൂപയെന്ന് കിട്ടും. ഈ 70
70 രൂപയ്ക്കാണ് ബുക്ക് സെല്ലറിന് ബുക്ക് കിട്ടുന്നത്. 70 രൂപയ്ക്കാണ് ബുക്ക് സെല്ലറിന് ബുക്ക് കിട്ടുന്നത്. അയാൾ ആ ബുക്ക് 100 രൂപയാണല്ലോ ബുക്കിൻ്റെ യഥാർത്ഥ വില, അതിൻ്റെ 10% ഡിസ്കൗണ്ടിലാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അതായത് 90 രൂപയ്ക്കാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം ബുക്ക് സെല്ലർ യഥാർത്ഥത്തിൽ ആ ബുക്കിന് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ആ ബുക്ക് സെല്ലർ ആ ബുക്ക് വാങ്ങാനെടുത്ത വില എന്ന് പറയുന്നത് 70 രൂപയാണ്. ബുക്ക് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 90 രൂപയ്ക്കാണ്. കൺസെപ്റ്റ് മനസ്സിലായോ കൺസെപ്റ്റ്? അപ്പോൾ ആ ബുക്ക് സെല്ലറിന് കിട്ടുന്നത് 70 രൂപയ്ക്കും വിൽക്കുന്നത് 90 രൂപയ്ക്കുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അറിയാമല്ലോ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാ നോക്കി? 70 രൂപയ്ക്ക് കിട്ടിയ ബുക്ക് അയാൾ 90 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90 - 70 ആണല്ലേ. 90 - 70 എത്ര? 20 രൂപയാണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ, ഇനി അയാൾ മുടക്കിയ മുതൽ എത്ര? മുടക്കിയ കാശ് എന്ന് പറയുന്നത് 70 രൂപയാണ്. 70 രൂപയാണ് ആ ബുക്ക് വാങ്ങാൻ വേണ്ടി അയാൾ ചിലവാക്കിയത്, ഇൻറ്റു 100. ഓക്കെ ആണോ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 0 ക്യാൻസൽ ചെയ്ത് 2 × 100 200 ഡിവൈഡ് ബൈ 7 ആൻസർ നമുക്ക് കിട്ടും 28 4/7 എന്ന് കിട്ടും. 28 4/7% എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ബുക്ക്, ആ ബുക്ക് 30% ഡിസ്കൗണ്ടോടുകൂടി ബുക്ക് സെല്ലറിന് കിട്ടുന്നു. 30% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ആ ബുക്കിന് 100 രൂപയാണെങ്കിൽ അത് 30% ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 70 രൂപയ്ക്കാണ് ബുക്ക് സെല്ലറിന് കിട്ടുന്നത്. അയാൾ ആ ബുക്കിൻ്റെ യഥാർത്ഥ വില എത്ര? 100 രൂപ തന്നെയാണ്. ആ 100 രൂപയുടെ 10% കുറച്ചാണ് ആർക്ക് കൊടുക്കുന്നത്? കസ്റ്റമറിന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 90 രൂപയ്ക്കാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. P ഈസ് ദ ബ്രദർ ഓഫ് Q. ഇതേ നോക്കിയേ, P ഈസ് ദ ബ്രദർ ഓഫ് Q. ക്യൂവിൻ്റെ ബ്രദറാണ് P. P ഈസ് ദ ബ്രദർ ഓഫ് Q എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ ബ്രദറാണ് P. P ഈസ് ദ സൺ ഓഫ് D. P എന്ന് പറയുന്നത് ഡിയുടെ സണ്ണാണ്. P ഈസ് ദ സൺ ഓഫ് D. P എന്ന് പറയുന്നത് ഡിയുടെ സണ്ണാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ Q എന്ന് പറയുന്നതും ആരുടെ സണ്ണായിരിക്കും? ഡിയുടെ സണ്ണാണ്. മനസ്സിലായോ? കാരണം എന്താ? ക്യൂവും പിയും ബ്രദറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡിയുടെ 2 മക്കളാണ് ക്യൂവും പിയും. ഇനി എസ് ഈസ് ദ ഡോട്ടർ ഓഫ് പി. എസ് എന്ന് പറയുന്ന പിയുടെ ഡോട്ടറാണ് എസ്. ഓക്കെ, എസ് ഈസ് ദ ഡോട്ടർ ഓഫ് പി എന്ന് വെച്ചാൽ പിയുടെ ഡോട്ടറാണ് എസ്. ദെൻ ഹൗ എസ് ഈസ് റിലേറ്റഡ് ടു ഡി. അങ്ങനെയാണെങ്കിൽ ഡിയുമായിട്ട് എന്താണ് എസിൻ്റെ ബന്ധം? നോക്കിയേ, ഡിയുടെ മകനാണ് പി, പിയുടെ മകളാണ് എസ്. എന്ന് വെച്ചാൽ മകൻ്റെ മകൾ അല്ലേ, പേരക്കുട്ടി. ഓക്കെ, അപ്പം തിരിച്ചു പറയുകയാണെങ്കിലോ, പി ഹൗ എസ് ഈസ് റിലേറ്റഡ് ടു ഡി. ഡിയുമായി എസിൻ്റെ റിലേഷൻ എന്താണ് റിലേഷൻ? ഗ്രാൻഡ് ഡോട്ടർ. ഓപ്ഷൻ 2 ഗ്രാൻഡ് ഡോട്ടർ ആണ്. നമുക്ക് പറയാം എസ് ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഡി. ഇവിടെ 2 ഓപ്ഷനുണ്ട്, 3 ഉണ്ട്. ഗ്രാൻഡ് ഫാദർ, അത് തിരിച്ചു പറയുകയാണെങ്കിലാണ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്. എങ്ങനെ? ഡി ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് എസ്. തിരിച്ചു പറഞ്ഞാലോ, എസ് ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഡി എന്നും പറയാം. 2 ഓപ്ഷൻ പറയുന്നുണ്ട്, കണ്ടോ? 2 ഓപ്ഷനും പറയുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? എസ് ഈസ് റിലേറ്റഡ് ടു ഡി ആ പറഞ്ഞിരിക്കുന്നത്. എസും ഡിയുമായിട്ടുള്ള റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എസും ഡിയുമായിട്ടുള്ള റിലേഷനാണ് പറയേണ്ടത്. എസിൽ നിന്നും ഡിയിലേക്കുള്ള റിലേഷനാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ എസ് ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഡി എന്ന് വേണം പറയാൻ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഫൈൻഡ് ദ സ്മാളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഡിവിസിബിൾ ബൈ 12, 15 and 18. നോക്കിയേ, എന്താ പറയുക? 12, 15, 18 ഈ 3 നമ്പേഴ്സ് ഉണ്ട്. ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ 3 നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നിൽ കൂടുതൽ നമ്പർ തന്നിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? ക്യൂബിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ LCM എടുക്കുക. സ്മാളസ്റ്റ് നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ LCM ആൻഡ് HCFനകത്ത് ഒരുപാട് പഠിച്ചതാണ്. LCM ആൻഡ് HCF നിങ്ങൾ ആ വീഡിയോസ് കാണുക. എന്താ പറയുക? LCM ചോദിച്ചു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ LCM എടുത്തേക്കുക. ഇത് നോക്കിയാൽ 12, 15, 18.
3 നമ്പർ. ഓക്കെ, ഇതിൻ്റെ LCM എടുക്കുക എന്ന് പറയുന്നത് ഇത് നോക്കിയാൽ എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാം അല്ലേ. 4 3 12, I 3 15, R 3 18. ഓക്കെ, ഇനി എത്ര കൊണ്ട് ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 × 2 4, 5 ചെയ്യാൻ പറ്റില്ല, താഴേക്കിറക്കി. 2 × 3 6. ഇനി എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്ത് നോക്കാം. 1 5 3. ഇനി 3 കൊണ്ട് ചെയ്ത് നോക്കാം. 1 5 3 1. ഇനി 5 കൊണ്ട് ചെയ്യുവാണെങ്കിലോ 1 1 1 1. താഴെ 1 1 1 ഇങ്ങനെ വരുന്നിടം വരെ നമ്മൾ ചെയ്തു പോവുക LCM ആണെങ്കിൽ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ വന്നേക്കുന്ന സംഖ്യകളൊന്ന് എഴുതി നോക്കിയേ. 2 3 വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് എഴുതാം. 3 × 3 എന്ന് എഴുതാം. 3 × 3 ഇൻറ്റു ഇവിടെ 2 2 വന്നിട്ടുണ്ട്. 2 × 2 എന്ന് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 5 വന്നിട്ടുണ്ട് അല്ലേ. ഒരു 5 വന്നിട്ടുണ്ട്. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ എന്താ? സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉദാഹരണം 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? 2 × 2. ഒരു നമ്പറിനെ 2 തവണ എഴുതി ഗുണിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 3 3 × 3 അല്ലേ. 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 4 × 4. ഒരു നമ്പറിനെ 2 തവണ എഴുതി ഗുണിക്കുന്നതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയേ, 3 × 3 3 × 3 2 നമ്പേഴ്സിനെ എഴുതി ഗുണിച്ചിരിക്കുന്നു അല്ലേ. 2 നമ്പേഴ്സിനെ എഴുതി ഗുണിച്ചിരിക്കുന്നു. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. 3 സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതി. ഇൻറ്റു ഇനി 2 × 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ 5ന് ഒരാളേ ഉള്ളൂ. 5ൻ്റെ കൂടെ ഒരാളേ ഉള്ളൂ. എന്ത് ചെയ്യുക? ആ 5ൻ്റെ കൂടെ ഒരു 5ഉം കൂടെ അങ്ങ് ഇട്ട് നോക്കുക. എന്ത് ചെയ്യുക? 5ൻ്റെ കൂടെ ഒരു 5ഉം കൂടെ അങ്ങ് ഇട്ട് നോക്കുക. അപ്പോഴേ നമുക്ക് 2 5 കിട്ടും അല്ലേ. 5 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആദ്യം LCM എഴുതി, അത് കഴിഞ്ഞിട്ട് ഒരേ നമ്പേഴ്സിനെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതിയിട്ട് നമ്മൾ 2 പേരിൽ നിന്ന് ഒരാളെ എടുക്കുന്നു. എന്ന് വെച്ചാൽ 3 × 3 നമുക്കറിയാം 3 സ്ക്വയർ ആണ്. 5 × 5 നമുക്കറിയാം 5 സ്ക്വയർ ആണ്. ഓക്കെ, 2 × 2 നമുക്കറിയാം 2 സ്ക്വയർ ആണ്. ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചെഴുതുക. 3ൻ്റെ സ്ക്വയർ എത്ര? 9 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 3ൻ്റെ സ്ക്വയർ എത്ര? 9 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഈ 5ൻ്റെ സ്ക്വയർ 25. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25. 5ൻ്റെ സ്ക്വയർ എത്ര? 25. ഇതെല്ലാം കൂടെ ഒന്ന് ഗുണിക്കുക. 25 × 4 100 കിട്ടും. 100 × 9 900 കിട്ടും. എത്ര? 900. ആൻസർ എത്രയാ? ഓപ്ഷൻ 1 900 ആണ്. 900 എന്ന് പറയുന്ന നമ്പറിനെയാണ് നമുക്ക് 12 15 18 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? പറഞ്ഞ മനസ്സിലായോ? എന്താ ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ LCM കണ്ടു. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ LCM കണ്ടു. അതിനുശേഷം അതിനെല്ലാം ആ നമ്പറിനെ എല്ലാം എടുത്ത് എഴുതിയിട്ട് 2 നമ്പറിൽ നിന്നും ഒരാളെ എഴുതുന്ന രീതിയിൽ നമ്മൾ എഴുതി. മനസ്സിലായോ? സ്ക്വയർ എങ്ങനെ എഴുതാം ആ രീതിയിൽ നമ്മൾ എഴുതി. 3 × 3 നമ്മൾ 3 സ്ക്വയർ എന്ന് എഴുതി. 2 × 2നെ 2 സ്ക്വയർ എന്ന് എഴുതി. 5 ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ നമുക്കത് സ്ക്വയറായിട്ട് എഴുതണമെങ്കിൽ ഒരാളെയും കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒറ്റയായിട്ട് കിടക്കുന്നതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ ഇട്ട് കൊടുക്കണം. ഒരാളെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതുക. സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതിയതിന് ശേഷം ഗുണിച്ചെഴുതുക 900. ഓക്കെ ആണോ? ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി. ഇതിനകത്തുള്ള ഓരോ ഓപ്ഷനും എടുക്കുക. ആ ഓരോ ഓപ്ഷനെയും 12 15 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ആദ്യം 900 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 900 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 900 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. മനസ്സിലായോ? അതേപോലെ അടുത്ത 1600 എടുക്കുക. 1600നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 400നെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, അതിനൊരുപാട് സമയം പോകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്രിയ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉദാഹരണം 900 ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എടുത്തിട്ട് 900 ഡിവൈഡ് ബൈ 12 എത്ര കൊണ്ട് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. രണ്ടിടത്തും 3 കൊണ്ട് ചെയ്യാമെങ്കിൽ ഇവിടെ മുകളിൽ 300 എന്ന് കിട്ടും, താഴെ 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും 2 കൊണ്ട് ചെയ്യുക. ഇവിടെ താഴെ 2 കിട്ടും, മേളിൽ 150 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ചെയ്യുക. 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 ഡിവൈഡ് ബൈ 2 75 എന്ന് കിട്ടും. 75 കണ്ടോ? പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും.
അതേപോലെ അടുത്ത 900/15 ചെയ്യുക. 900/15 എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 താഴെയോ 5. ഓക്കെ, അടുത്ത 5ഉം 300ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 5×6 = 30. ആൻസർ കിട്ടി 60 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത 900/18 3 കൊണ്ട് ചെയ്യുക 6 എന്ന് കിട്ടും. താഴെ മുകളിൽ ചെയ്യുമ്പോൾ 300 എന്ന് കിട്ടും. ഓക്കെ, 6ഉം 30ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. 50 എന്ന് ആൻസർ കിട്ടി. അങ്ങനെ വെട്ടിക്രിയ ചെയ്തും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ. ഇൻ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ദ സിമ്പിൾ ഇൻറ്റു, പ്ലസ്, മൈനസ് ആൻഡ് ആർ യൂസ്ഡ് വിത്ത് ദ ഫോളോവിങ് മീൻസ് ആസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. ഇത് നോക്കിയേ, ഇതിനകത്തിലെ ഓരോ സൈനിനും ഇവിടെ ഓരോ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓരോ സൈനിനും ഓരോ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. നോക്കിയേ, പി ഇൻറ്റു ക്യൂ എന്ന് വെച്ചാൽ പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആണ്. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഇൻറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ആണ് എന്നാണ് അർത്ഥം, ഫാദർ. ഓക്കെ, അപ്പം ദേ നോക്കിയേ, പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ സണ്ണ് എന്നാണ് അർത്ഥം. മൈനസ് പറഞ്ഞാൽ ഈസ് ദ ബ്രദർ എന്നാണ് അർത്ഥം. ആൻഡ് എന്ന് വെച്ചാൽ ഈസ് ദ സിസ്റ്റർ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഓരോന്നും എടുക്കുക. ഓരോ ഓപ്ഷനും എടുത്തിട്ട് അതിനകത്തിലെ കാര്യങ്ങൾ നോക്കുക, അതിനകത്തിലെ ബന്ധങ്ങൾ നോക്കുക. ആദ്യത്തെ ഓപ്ഷനായിട്ട് നമുക്ക് ഇതേ നോക്കിയേ, C+D&E -F×H എന്നെടുക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്നു. ഇതേ നോക്കിയേ, C+D. ഇവിടെ നോക്കിയേ, C+D ഇവിടെ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? C+D എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? C ഈസ് ദ, നോക്കിയേ ഇതേപോലെ തന്നെ എഴുതി നോക്കുക. C ഈസ് സൺ ഓഫ് ക്യൂ. C അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം C ഈസ് സൺ ഓഫ് D. C ഈസ് സൺ ഓഫ് D എന്ന് വെച്ചാൽ ഡിയുടെ മകനാണ് C. ഡിയുടെ മകനാണ് സണ്ണാണ് C. ഡിയുടെ മകനാണ് C. ഓക്കെ ആണോ? അങ്ങനെ നമ്മൾ എഴുതി. അടുത്ത് നോക്കിയേ, D&F ഇവിടെ എഴുതി നോക്കണം. D&F എങ്ങനെ എഴുതാം നമുക്ക്? D ഈസ് ദ സിസ്റ്റർ ഓഫ് E. ഇയുടെ സിസ്റ്ററാണ് D. D ഈസ് ദ സിസ്റ്റർ ഓഫ് E. ഇയുടെ സിസ്റ്ററാണ് D. E സിസ്റ്റർ അല്ലേ, സിസ്റ്റർ. ഇയുടെ സിസ്റ്ററാണ് D. അടുത്ത് നോക്കിയേ, E-F നോക്കിയേ, P ഈസ് ദ ബ്രദർ ഓഫ് Q. അതേപോലെ E ഈസ് ദ ബ്രദർ ഓഫ് F. എഫിൻ്റെ ബ്രദറാണ് E. എഫിൻ്റെ ബ്രദറാണ് E. ഓക്കെ, എഫിൻ്റെ ബ്രദറാണ് E. ഇയുടെ സിസ്റ്ററാണ് D. എന്ന് വെച്ചാൽ എഫിൻ്റെയും സിസ്റ്റർ ആയിരിക്കും ആര്? D എന്ന് പറയുന്നത്. എഫിൻ്റെയും സിസ്റ്ററാണ് D. ഇനി ഡിയുടെ മകനാണ് C. അത്രയും നമ്മൾ എഴുതി. നോക്കി, F×H എന്ന് വെച്ചാൽ F ഈസ് ദ ഫാദർ ഓഫ് Q. F ഈസ് ദ ഫാദർ ഓഫ് H എന്ന് പറയണം. F ഈസ് ദ ഫാദർ ഓഫ് H. എച്ചിൻ്റെ ഫാദറാണ് F ഈസ് ദ ഫാദർ ഓഫ് H എന്ന് വെച്ചാൽ എച്ചിൻ്റെ ഫാദറാണ് F. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് C ഈസ് ദ ഹസ്ബൻഡ് ഓഫ് H എന്ന് പറയണം. എച്ചിൻ്റെ ഹസ്ബൻഡാണ് C എന്ന് പറയണം. ഇവിടെ അങ്ങനെ വരുമോ? ഇല്ല. ഇവിടെ നോക്കിയേ എച്ചിൻ്റെ ഫാദറാണ് എഫിൻ്റെ സിസ്റ്ററാണ് D. ആ ഡിയുടെ മകനാണ് C എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വരത്തില്ല. അടുത്ത ഓപ്ഷൻ, അങ്ങനെ ഓരോ ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് റിലേഷൻ ഏതാണോ അത് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, നിങ്ങളായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR സിമിലർ ടു ഈച്ച് അതർ. രണ്ട് ട്രയാങ്കിൾ പറയുന്നുണ്ട്. എന്താണ്? ABC ആൻഡ് ട്രയാങ്കിൾ PQRും രണ്ട് ട്രയാങ്കിൾ പറയുന്നുണ്ട്. ഇത് രണ്ടും സിമിലർ ആണെന്ന് പറയുന്നുണ്ട്. ഇഫ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR ഈസ് 1:16. നോക്കിയേ, ട്രയാങ്കിൾ ABC-യുടെയും ട്രയാങ്കിൾ PQRൻ്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ 1:16 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്ന് പറയുന്നത് 1/16 എന്നവർ പറഞ്ഞിട്ടുണ്ട്. 1/16 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ് എ സി. ഇനി ഒരു സൈഡ് എ സി എന്ന് പറയുന്ന ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 28 സെൻറ്റിമീറ്റർ ആണ്. ഒരു സൈഡ് 28 ആണെങ്കിൽ ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ആർ. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, രണ്ടും കറസ്പോണ്ടിങ് സൈഡ് അല്ലേ, അത് എ സി പി ആർ. അങ്ങനെയാണെങ്കിൽ പി ആറിൻ്റെ സൈഡ് എത്രയാണെന്നാണ് ചോദ്യം. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്താ, രണ്ട് ട്രയാങ്കിളിൻ്റെ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. സിമിലർ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് എന്ന് വെച്ചാൽ ഇവിടെ എ സി എടുക്കുകയാണെങ്കിൽ എ സി ബൈ പി ആർ, അതാണ് കറസ്പോണ്ടിങ് സൈഡ്. നോക്കി, എ സിക്ക് തുല്യമായിട്ട് കിടക്കുന്ന സൈഡാണ് പി ആർ. ആ രണ്ട് സൈഡിൻ്റെ അംശം എന്ന സ്ക്വയറിൻ്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ട്രയാങ്കിൾ എ ബി സി ഡിയുടെയും ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെയും അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് 1/16. അപ്പോൾ അതിന് പകരം നമുക്ക് 1/16 എന്ന് കൊടുക്കാം. ഈക്വൽ ടു എ സി തന്നിട്ടുണ്ട് 28 എന്ന് തന്നിട്ടുണ്ട്, അതായത് 28ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ പി ആർ സ്ക്വയർ. ഓക്കെ, പി ആർ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ പി ആർ എന്ന് പറയുന്ന സൈഡാണ് നമുക്ക് കാണേണ്ടത്. നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യുക എന്ന് വെച്ചാൽ പി ആർ സ്ക്വയർ ഈക്വൽ ടു 28ൻ്റെ സ്ക്വയർ ഇൻറ്റു 16. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ആർ എടുക്കാം. പി ആർ സ്ക്വയർ ആണ് 28ൻ്റെ സ്ക്വയർ ഇൻറ്റു 16. അങ്ങനെയാണെങ്കിൽ പി ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 28ൻ്റെ സ്ക്വയർ ഇൻറ്റു 16ൻ്റെ സ്ക്വയർ. 16 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 4ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, 4ൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറും രണ്ടും റൂട്ടും കൂടെ വെട്ടിപ്പോയിട്ട് നമുക്ക് 28 ഇൻറ്റു 4 എന്ന് കിട്ടും. 28 ഇൻറ്റു 4 എത്ര കിട്ടും? 28 ഇൻറ്റു 4 112 എന്ന് കിട്ടും. 112 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 112 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ 4. ഓക്കെയാണോ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതേ കഴിഞ്ഞ ദിവസവും ഇതേ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസവും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ട് കണക്കുകൾ സെയിം ഇക്വേഷനിൽ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കുക. അടുത്ത് നോക്കിയേ, 7 ഫ്രണ്ട്സ് MNPQR ആൻഡ് എസ് ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ. നോക്കി, ഒരു സർക്കുലർ ടേബിളിന് ചുറ്റും നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തിൽ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സർക്കുലർ ടേബിളിന് ചുറ്റും 7 പേരിയ്ക്കുന്നു. 7 പേര് നോക്കി, 1 2 3 4 5 6 7 7 പേരിയ്ക്കുന്നു. ഓക്കെ, 7 പേരിയ്ക്കുന്നു. സെൻറ്ററിലേക്ക് നോക്കി 7 പേരിയ്ക്കുന്നു. എം ഈസ് ദ തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ക്യൂ. നമ്മൾ ലെഫ്റ്റും റൈറ്റും പറഞ്ഞു അല്ലേ. നമുക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ വരും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നതിനെ നമുക്ക് ലെഫ്റ്റ് എന്ന് വിളിക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പറയുന്നതിനെ നമുക്ക് റൈറ്റ് എന്ന് വിളിക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പറയുന്നതിനെ നമുക്ക് ലെഫ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാലെല്ലാം നമ്മൾ എപ്പോഴും എങ്ങോട്ട് പോകണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. ഇനി റൈറ്റ് എന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകണം? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. ഓക്കെ ആണോ? അപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. എം ഈസ് ദ തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ നോക്കിയേ, ക്യൂ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ക്യൂ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, ക്യൂവിൻ്റെ തേർഡ് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റിൽ മൂന്നാമതാണ് എം ഇരിക്കുന്നത്. ലെഫ്റ്റിൽ മൂന്നാമതാണ് ആരിയ്ക്കുന്നത്? എം ഇരിക്കുന്നത്. ലെഫ്റ്റിൽ മൂന്നാമത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം അല്ലേ. ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ 1 2 3 മൂന്നാമതാണ് ആരിയ്ക്കുന്നത്? എം ഇരിക്കുന്നത്. എഴുതി. ഓക്കെ, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യൂ ആൻഡ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ആർ. അപ്പോൾ എമ്മിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. എം ഇരിക്കുന്നത് ക്യൂവിൻ്റെ ലെഫ്റ്റിൽ മൂന്നാമതാണ്. അതുപോലെ ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ആറിൻ്റെ രണ്ടാമത്തെ റൈറ്റിലാണ് ആരിയ്ക്കുന്നത്? എം ഇരിക്കുന്നത്. ആറിൻ്റെ രണ്ടാമത്തെ റൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ആറിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ പോകണം അല്ലേ, തിരിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, 1 2 രണ്ടാമതാണ് എം ഇരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ 6 ഇരിക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് ഇവിടാണ്. ഓക്കെ, 6 ഇവിടെ ആണെങ്കിൽ നമുക്ക് പറയാം സെക്കൻഡ് റൈറ്റിലാണ് എം ഇരിക്കുന്നത്. അപ്പോൾ എമ്മും ക്യൂവും 6 എഴുതി. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? എൻ ആൻഡ് ഒ ആർ ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ റെസ്പെക്റ്റീവ്ലി. എന്താ പറഞ്ഞത്? ക്യൂവിൻ്റെ അടുത്തടുത്ത 2 പേരെയാണ് പറഞ്ഞേക്കുന്നത്. എന്നും ഒയുമാണ്. അതിനകത്ത് ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ടിരിക്കുന്നത് എൻ ആണ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഒ ആണ്. റെസ്പെക്റ്റീവ്ലി എന്ന് വെച്ചാൽ ഇത് എന്നും ഒയും ഏത് ക്രമത്തിലാണോ എഴുതിയേക്കുന്നത് അതേ ക്രമത്തിലാണ് ഇമ്മീഡിയറ്റ് റൈറ്റും എഴുതിയേക്കുന്നത്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റും എഴുതിയേക്കുന്നത്.
അപ്പോൾ എൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് അല്ലേ. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് വെച്ചാൽ ദേ ഇവിടെ എൻ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരിയ്ക്കുന്നു, ഓ ഇരിക്കുന്നു, ഇവിടെ ഓ ഇരിക്കുന്നു. ഓക്കെ, അത് എഴുതി. എസ് ഈസ് നോട്ട് ദ നൈബർ ഓഫ് ആർ. എസ് എന്ന് പറയുന്ന ആറിൻ്റെ നൈബർ അല്ല, ആറിൻ്റെ നൈബർ അല്ല എന്നാണ് പറയുന്നത്. ഈസ് നോട്ട് ദ നൈബർ ഓഫ് ആർ, ആറിൻ്റെ നൈബർ അല്ല എസ്. ഇനി നോക്കിയതേ രണ്ട് പ്ലേസേ ഉള്ളൂ വേക്കൻ്റ് ആയിട്ട്, ഇത് രണ്ടും. അതിനകത്ത് എസ് എന്ന് പറയുന്നത് ആറിൻ്റെ അടുത്തല്ല ഇരിക്കുന്നത്, എന്ന് വെച്ചാൽ ആറിൻ്റെ അടുത്തുള്ള ഏക പ്ലേസ് ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്തല്ല ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എസ് ഇരിക്കുന്നത് ഇപ്പുറത്തേ ആയിരിക്കും. ഓക്കെ, ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് പി. അങ്ങനെയാണെങ്കിൽ ഇനി അവശേഷിക്കുന്ന ആരാ, അതെ എം ഇരുന്നു, എൻ ഇരുന്നു, ഓ ഇരുന്ന്, പി ഇരുന്നില്ല അല്ലേ. അപ്പം പി ആയിരിക്കും ഇവിടെ വരുന്നത്, പി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരും എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് പി. പിയുടെ ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത് മൂന്നാമത് ലെഫ്റ്റ്. പിയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഇങ്ങോട്ടാണ് പിയുടെ ഡയറക്ഷൻ. ലെഫ്റ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പം പിയുടെ മൂന്നാമത് ലെഫ്റ്റ് എന്ന് വെച്ചാൽ 1 2 3. മൂന്നാമത് ലെഫ്റ്റിൽ ഇരിക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മൂന്നാമത് ലെഫ്റ്റിൽ ഇരിക്കുന്ന ആരാ? ക്യൂ ആണ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ സിമ്പിളാണ്, നല്ല രസമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 64 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 16 എന്നൊക്കെ ക്വസ്റ്റ്യനകത്ത് ബോർഡ് മാസ് എന്ന് പറയുന്ന റൂളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് സ്ക്വയർ ക്യൂബ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യണം. ഓക്കെ, ഇവിടെ 3ൻ്റെ ക്യൂബ് ഉണ്ട്. 3ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 27 ആണ്. ബാക്കി ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് എഴുതുക. ഇത് നോക്കിയേ, ക്വസ്റ്റ്യൻ 64 ഡിവൈഡ് ബൈ 8 പ്ലസ് 27 മൈനസ് 2 ഇൻറ്റു 16. ബോർഡ് മാസ് എന്ന് എഴുതി നോക്കുക. ബോർഡ് മാസ് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ് അല്ലേ. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, അടുത്ത ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഡിവിഷൻ 64 ഡിവൈഡ് ബൈ 8 നമുക്കറിയാം 8 64 ആണ്, അതുകൊണ്ട് നമുക്ക് 8 കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 ഇൻറ്റു 16 32 എന്ന് കിട്ടും. 2 ഇൻറ്റു 16 32. ബാക്കി ആവശ്യിക്കുന്നത് 8 പ്ലസ് 27 മൈനസ് 32. ഓക്കെ, 8 പ്ലസ് 27 എത്ര കിട്ടും? 35 എന്ന് കിട്ടും. 8 പ്ലസ് 27 35 എന്ന് കിട്ടും, മൈനസ് 32. ആൻസർ എത്ര കിട്ടും നമുക്ക്? 3 എന്ന് കിട്ടും. ഓപ്ഷൻ 4. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദേ ചൂസ് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൻ പ്രോബ്ലം ഫിഗർ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഫിഗർ. എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ നോക്കി, ഇതൊരു മിററാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു രൂപം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു രൂപം എടുത്ത് നമ്മളൊരു മിററിൻ്റെ മുന്നിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ മിററിൻ്റെ ഇപ്പുറത്തെ വശത്ത് വരുന്ന രൂപം എന്തായിരിക്കും? ഇത് നേരെ തിരിച്ചങ്ങ് എഴുതണം. തിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് എങ്ങോട്ടാണോ അതേ എൻ്റെ ഓപ്പോസിറ്റായിട്ട് വരണം. കണ്ടോ, എഫ് ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതി ശീലിക്കുക. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന കണ്ടോ. ആറ് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, 6 ഇങ്ങനെ ഇരിക്കും. വൈ എന്നുള്ള രൂപത്തിൽ ഇരിക്കും അല്ലേ. നമ്മളൊരു മിററിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതേ ഡയറക്ഷനിൽ വരയ്ക്കുക. ഇത്ര എഴുതുമ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. F 6 തെറ്റായത് അല്ലേ. ഇത് തെറ്റാണ്. അടുത്ത നോക്കിയേ, ഇവിടെ രണ്ടും ടി ആ വരുന്നത്, അത് രണ്ടും തെറ്റാണ്. ആകെ ഓപ്ഷനിൽ വരുന്ന 2 ആണ് കറക്റ്റ്. ഓക്കെ, ആദ്യത്തെ 2 അക്ഷരം എഴുതുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. The amount become 12,100 after 2 years and 30,310 after 3 years. Then find the rate of simple interest. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷത്തേക്ക് സാധാരണ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. 2 വർഷത്തേക്ക് 12,100 രൂപയും 3 വർഷമാകുമ്പോൾ 13,310 രൂപയും ആകുന്നു. ഓക്കെ, 2 വർഷം കഴിയുമ്പോൾ എമൗണ്ട് എത്ര ആണെന്ന് അറിയത്തില്ല. എമൗണ്ടിനെ നമുക്ക് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയായി? 12,100 രൂപയായി. അതേ എമൗണ്ട് എമൗണ്ടിൽ മാറ്റമൊന്നും വരുന്നില്ല. 3 വർഷം കഴിയുമ്പോൾ എത്ര ആവും? 13,310 ആവും. മനസ്സിലായോ പറഞ്ഞത്? 2 വർഷം കഴിയുമ്പോൾ 12,100 രൂപയാവും. 3 വർഷമാകുമ്പോൾ 13,310 രൂപയാവും. അതായത് 3 വർഷം, 2 വർഷത്തിൽ നിന്നും 3 വർഷത്തിലേക്കാവുമ്പോൾ എന്ത് കൂടി? അവിടെ പലിശ കൂടി അല്ലേ. എത്ര രൂപയായിരിക്കും പലിശ കൂടിയത്? പലിശ കൂടി എത്ര രൂപയാണെന്ന് അറിയാൻ എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ നോക്കിയേ, 13,310 നിന്നും എന്ത് ചെയ്യുക? 12,100 കൂട്ടുക. 13,310 നിന്നും 12,100 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും
1210 രൂപ പലിശയാണ്. 1210 രൂപയാണ് ഒരു വർഷം അവർക്ക് കിട്ടുന്ന പലിശ. ഒരു വർഷം കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 1210 രൂപയാണ്. 1210 രൂപയാണ് ഒരു വർഷം കിട്ടുന്ന പലിശ. ഓക്കെ, അപ്പോൾ ഒരു വർഷം കിട്ടുന്ന പലിശ 1210 രൂപയാണ്. ഇവിടെ നോക്കിയേ, 2 വർഷം കൊണ്ട് പി എന്ന് പറയുന്നത് 12,100 രൂപയായി 2 വർഷം കൊണ്ട്. അതായത് ഒരു വർഷം 1210 രൂപ കിട്ടുമെങ്കിൽ 2 വർഷം എത്ര രൂപ കിട്ടും? 2 × 1210 അല്ലേ? 2 × 1210 0 2 4 2 2420 രൂപ. 2420 രൂപയാണ് 2 വർഷത്തെ പലിശ. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഈ രൂപ എന്ന് പറയുന്നത് 12,100 രൂപ എന്ന് പറയുന്നത് നമ്മുടെ മുതലിൻ്റെ കൂടെ 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂട്ടുന്നതാണ് അല്ലേ? 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂട്ടുമ്പോഴാണ് 12,100 രൂപ എന്ന് കിട്ടുന്നത്. 12,100 രൂപ എന്ന് കിട്ടുന്നത്. മനസ്സിലായോ? 12,100 രൂപ എന്ന് കിട്ടുന്നത്. ഇതിൽ നിന്നും നമ്മുടെ പി എന്ന് പറയുന്നത് പി പ്ലസ് 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2,420 രൂപയാണ്. ആ 2,420 രൂപ കൂട്ടുമ്പോഴാണ് 12,100 രൂപ കിട്ടുന്നതെങ്കിൽ നമുക്ക് പി ഇതിൽ നിന്നും കണ്ടുപിടിക്കാം. 12,100 മൈനസ് 12,100 മൈനസ് 2,420 2,420 സീറോ. ആൻസർ കിട്ടി 9,680. അപ്പോൾ ഇവിടുത്തെ പി എന്ന് പറയുന്നത് 9,680 രൂപയാണ്. അയാൾ മുടക്കി അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് എന്ന് പറയുന്നത് 9,680 രൂപയാണ്. ഒരു വർഷത്തെ പലിശ 1,210 രൂപ. 2 വർഷത്തെ പലിശയാകുമ്പോൾ 2,420 രൂപ. ഈ 9,680 രൂപയുടെ കൂടെ 2,420 രൂപ കൂട്ടുമ്പോൾ 2 വർഷത്തെ കാശ് അയാൾക്ക് കിട്ടും 12,100. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുക. റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ? PNR ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ? PNR ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും, I കിട്ടും. നമുക്ക് ഒരു വർഷത്തെ പലിശ വെച്ച് വേണമെങ്കിൽ കാണാം. അതെ, ഇവിടുത്തെ പി എന്ന് പറയുന്നത് 9,680 രൂപയാണ്. ഇൻറ്റു ഒരു വർഷത്തെ എടുക്കാം. ഇൻറ്റു 1 × R അറിയില്ല. R ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു ഒരു വർഷമാണ് നമ്മൾ ഇയറായിട്ട് എടുത്തേക്കുന്നതെങ്കിൽ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 1,110 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുക. R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? R ഈക്വൽ ടു 1,210 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 9,680. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാൽ അജയ് ആൻഡ് കാജോൾ ആർ ഡൂയിങ് യോഗ ഇൻ ദ മോർണിംഗ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അജയും കാജോളും കൂടെ എന്ത് ചെയ്യുന്നു? രാവിലെ യോഗ ചെയ്യുന്നു. അജയ് ആൻഡ് കാജോൾ ആർ ഫേസിങ് ഈച്ച് അതർ. അവർ രണ്ടുപേരും കൂടി മുഖത്തോട് മുഖം നോക്കിയാണ്, എന്ന് വെച്ചാൽ പരസ്പരം ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. കാജോൾ ഷാഡോസ് ഫാൾസ് ലെഫ്റ്റ് സൈഡ് ഓഫ് അജയ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കാജോളിൻ്റെ ഷാഡോ അജയുടെ ലെഫ്റ്റ് സൈഡിലാണ് വീഴുന്നതെങ്കിൽ വിച്ച് ഡയറക്ഷൻ അജയ് ഈസ് ഫേസിങ്? അങ്ങനെയാണെങ്കിൽ അജയ് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? ഇവിടെ നോക്കിയേ, നമുക്ക് രണ്ടുപേരെ പറയാം. ഇത് അജയ്, ഇത് കാജോൾ. അജയ് ആൻഡ് കാജോൾ. ഇവിടെ നോക്കിയേ, അജയ് ആൻഡ് കാജോൾ. എന്താ പറയുന്നത്? കാജോളിൻ്റെ ഷാഡോ ഫാൾസ് ലെഫ്റ്റ് സൈഡ് ഓഫ് അജയ്. അജയുടെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അജയ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, കാജോൾ തിരിച്ച് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഓക്കെ, അജയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പം കാജോളിൻ്റെ നിഴൽ അജയുടെ ലെഫ്റ്റ് സൈഡിൽ വീണു എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ? ഇവിടെയാണ് കാജോളിൻ്റെ നിഴൽ വീണത് ഇവിടെയാണ്. നിഴൽ വീണത് ഈ സൈഡാണെന്ന് വെച്ചാൽ അജയുടെ ലെഫ്റ്റ് സൈഡ് ഇത് റൈറ്റ് സൈഡുമാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് വീണത്. ഇവിടെ നിഴൽ വീഴണമെങ്കിൽ രാവിലെയാണ് അല്ലേ? ഇവിടെ ആയിരിക്കും സൂര്യൻ വരേണ്ടത്. അപ്പുറത്ത് നിഴൽ വീഴണമെങ്കിൽ ഇവിടുന്ന് സൂര്യൻ അങ്ങോട്ടടിച്ചാൽ മാത്രമേ കാജോളിൻ്റെ നിഴൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീഴത്തുള്ളൂ. ഓക്കെ ആണ്, ഇപ്പം ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? വിച്ച് ഡയറക്ഷൻ അജയ് ഈസ് ഫേസിങ്? അങ്ങനെയാണെങ്കിൽ അജയ് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? ഇവിടെ നോക്കി, ഇവിടെ രാവിലെ സൂര്യൻ ഇവിടെ വരണമെങ്കിൽ ഇത് ഏത് സൈഡായിരിക്കും? ഇത് കിഴക്ക് സൈഡായിരിക്കും. രാവിലെ ഇവിടെ സൂര്യൻ വരണമെങ്കിൽ കിഴക്ക് സൈഡിലാണ് രാവിലെ സൂര്യൻ വരുന്നത്. ഇത് കിഴക്കാണെങ്കിൽ ഇത് നമുക്ക് പറയാം ഇത് പടിഞ്ഞാറാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തെക്കായിരിക്കും. ഇത് തെക്കാണ്, ഇത് വടക്കാണ്. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ?
ഓക്കെ ആണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ അജയ് ഈസ് ഫേസിങ്, അജയ് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? അജയ് എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? അജയ് എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? വടക്കോട്ടാണ് അല്ലേ, അങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അതായത് നോർത്തിലേക്കാണ് അജയ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A rectangular shaped pipe is of dimension 2 meter and 10 meter. If water is running at 10 km per hour, then find the volume of water collected in 50 minutes. എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ നോക്കിയതേ, ഇതാണ് ഒരു റെക്റ്റാങ്കുലർ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനൊരു പൈപ്പ് പോയേക്കുന്നു. ഓക്കെ, ഇങ്ങനൊരു പൈപ്പിനകത്തിൽ കൂടെ വാട്ടർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ഫുള്ളായിട്ട് വാട്ടർ പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ, 2 മീറ്ററും 10 മീറ്ററുമാണ്. ഇതേ നോക്കി, 2 മീറ്റർ ആൻഡ് 10 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 10 മീറ്റർ, ഈ രണ്ട് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്ന വോളിയം ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം കാണാൻ എപ്പോഴും L/B/H വേണം. 3 ഡയമെൻഷൻ വേണം വോളിയം കാണാൻ. വോളിയം കാണാൻ 3 ഡയമെൻഷൻ വേണം. L വേണം, B വേണം, H വേണം. ഇവിടെ നോക്കിയേ, ലെങ്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഡയറക്ഷൻ 2 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 10ഉം 2ഉം തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, വാട്ടർ പൊക്കോണ്ടിരിക്കുകയാണ്. വാട്ടർ ഇതിങ്ങനെ ഫുള്ള് കവറായി പൊക്കോണ്ടിരിക്കുകയാണ്. എത്ര കിലോമീറ്റർ പെർ ഹവറിലാണ്? 10 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. 10 കിലോമീറ്റർ പെർ ഹവറിൽ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റഡ് ഇൻ 50 മിനിറ്റ്സ്, 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്രത്തോളം വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും? നോക്കിയേ, 15 മിനിറ്റിൽ എത്രത്തോളം വെള്ളം കിട്ടും നോക്കാം നമുക്ക്. ഇതേ 10 കിലോമീറ്റർ പെർ ഹവറിൽ പോകുന്നു. ഇതിനെ ആദ്യം അങ്ങ് മിനിറ്റിലേക്ക് ആക്കുക. ഇതിനെ എന്ത് ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കുക. മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10നെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10 ഇൻറ്റു കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കണമെങ്കിൽ 10 ഇൻറ്റു 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 10 ഇൻറ്റു 5/18 കൊണ്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആൻസർ എത്ര കിട്ടും? 50/18 എന്ന് കിട്ടി. 50/18. ഓക്കെ, ഇവിടെ ഒരു മീറ്ററിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ പോകുന്ന ദൂരമാണ് പറഞ്ഞത്. ഒരു സെക്കൻഡിൽ പോകുന്ന, ഇത് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അല്ലേ. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ പോയി? 50/18 മീറ്റർ പോയി. ഒരു സെക്കൻഡിൽ 50/18 മീറ്റർ പോയി. ഒരു സെക്കൻഡിൽ 50/18 മീറ്റർ പോയി. ഓക്കെ ആണോ? ഇനി നമ്മൾ ചോദിക്കുന്നത് 15 മിനിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഇത്രയും പോയെങ്കിൽ 15 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 15 × 60 ചെയ്ത് നോക്കുക. 15 × 60, 5×6 ശിഷ്ടം 3, 900 സെക്കൻഡാണ്. 900 സെക്കൻഡാണ് 15 മിനിറ്റ് എന്ന് പറയുന്നത്. 900 സെക്കൻഡാണ്. അപ്പോൾ ഒരു സെക്കൻഡ് 50/18 പോയെങ്കിൽ 900 സെക്കൻഡിൽ എത്ര പോയി കാണും? 900 × 50/18 ചെയ്യണം അല്ലേ. 50/18 ചെയ്യുക. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും. ഇവിടെ എത്ര കിട്ടും? ഇവിടെ 300 എന്ന് കിട്ടും അല്ലേ. 3 കൊണ്ട് ചെയ്യുമ്പോൾ വീണ്ടും 3 കൊണ്ട് ചെയ്യുക, ഇവിടെ 2 കിട്ടും. ഓക്കെ, 300നെ /3 ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. ഓക്കെ, ഇനി 2ഉം 15ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 25 എന്ന് കിട്ടും. ആൻസർ 25 × 100 2500 എന്ന് കിട്ടി. 2500 മീറ്റർ എന്ന് വെച്ചാൽ 15 മിനിറ്റ് കൊണ്ട് ഇത് 2500 മീറ്റർ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും അല്ലേ. 2500 മീറ്റർ ദൂരം. അപ്പം ദൂരം നമുക്ക് കിട്ടിയ 2500 മീറ്റർ ദൂരത്തിലുള്ള 2500 മീറ്റർ ദൂരത്തിലുള്ള ഇത്രയും വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഇത്രയും പൈപ്പിൻ്റെ വോളിയമാണ് നമുക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ വാട്ടറിൻ്റെ വോളിയമാണ് നമുക്ക് കാണേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എന്താ പറഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ഇത് എത്രത്തോളം സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുക. ഈ വെള്ളത്തിൻ്റെ സ്ട്രീം, വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം 15 മിനിറ്റ് കൊണ്ട് എത്രത്തോളം സഞ്ചരിക്കുമെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ദൂരമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടി 2500 × 10 × 2 ആൻസർ 50,000 എന്ന് കിട്ടി. 50,000 വോളിയം എന്ന് പറയുന്നത് 50,000 എന്ന് കിട്ടി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇൻ ദ ഫോളോയിങ് ഫിഗർ ഈസ് ഫോൾഡഡ് ടു ഫോം എ ക്യൂബ്. നോക്കിയേ, ഇതിങ്ങനെ മടക്കി ഒരു ക്യൂബ് ഉണ്ടാക്കുവാണെന്ന് വിചാരിക്കും. മടക്കിയിട്ടൊരു ക്യൂബ് ഉണ്ടാക്കുവാണെന്ന് വിചാരിക്കും. അതെ, ഇങ്ങനെ ഇരിക്കും അല്ലേ. ഇതിങ്ങനെ മടക്കിയിട്ട് എന്തുണ്ടാക്കുന്നു? ഒരു ക്യൂബ് ഉണ്ടാക്കുവാണെന്ന് വിചാരിക്കും. ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കുവാണെന്ന് വിചാരിക്കുക. എന്നാൽ കണ്ടോ, ഒരു ക്യൂബ് ഇത്
5 ഇത് ഒന്നാമത്തെ സൈഡ്, ഇത് മൂന്നാമത്തെ സൈഡ്, ഈ തിരിഞ്ഞിരിക്കുന്ന 2, ഈ മേലോട്ടിരിക്കുന്ന 4, അതിൻ്റെ താഴെ ഉള്ളത് 6. നോക്കി ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ മടക്കി ഒരു ക്യൂബ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതായിരിക്കും? നമുക്കറിയാം 1ന് ഓപ്പോസിറ്റ് വരുന്ന 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചതുരത്തിനെ അടയ്ക്കാൻ വേണ്ടിയാണ് 1 ഉപയോഗിക്കുന്നത് അല്ലേ? ഈ ഒരു സൈഡായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ സൈഡ് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. 1ന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 6 വരും. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത നോക്കിയേ, വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം എ പോയിന്റ് 25 മീറ്റർ എവേ ഫ്രം ദി ബേസ് ഓഫ് ദി ബിൽഡിംഗ് ഇഫ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ബിൽഡിംഗ് ഫ്രം ദാറ്റ് പോയിന്റ് ഈസ് 30 ഡിഗ്രി. എന്താ പറഞ്ഞേക്കുന്നത്? ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഉണ്ട്. 2 ആംഗിൾ ഉണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് എടുക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിക്കുക, നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ നിന്നിട്ട് സൂര്യനെ നോക്കുന്നു എന്ന് വിചാരിക്കുക. സൂര്യനെ നോക്കണമെങ്കിൽ നമ്മൾ തല ഉയർത്തി ഇങ്ങനെ മേളിലേക്ക് നോക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ കണ്ണിന് നേരെയുള്ള ഒരു വ്യൂ ഉണ്ട് അല്ലേ? നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ തല ഉയർത്തി സൂര്യനെ നോക്കുമ്പോൾ ഒരു വ്യൂ കിട്ടും അല്ലേ? ഇത് നമ്മളുടെ ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ താഴേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക. അത് നേരെയുള്ള ഒരു ലൈനുണ്ട്, അതിൽ നിന്നും താഴേക്ക് നമ്മൾ താഴെ കിടക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ എന്താ പറയുക? വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ്. ഇവിടുത്തെ ഒരു ബിൽഡിംഗ് ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹൈറ്റ് നമുക്കറിയില്ല, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അറിയില്ല. പക്ഷേ ഫ്രം എ പോയിന്റ് 25 മീറ്റർ അവേ ഫ്രം ദി ബേസ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഈ ബേസ് ഈ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു 25 മീറ്റർ അങ്ങോട്ട് മാറി നിന്ന് നോക്കിയാൽ, 25 മീറ്റർ ഇങ്ങനെ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ, ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഹൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കെട്ടിടത്തിൻ്റെ അതിൻ്റെ ബേസിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്നും 25 മീറ്റർ അങ്ങോട്ട് മാറി നിന്ന് നമ്മൾ മേളിലേക്ക്, ഈ കെട്ടിടത്തിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ എന്താണ് കെട്ടിടത്തിൻ്റെ ഹൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ആംഗിൾ തന്ന ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഒരു സൈഡും തന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ആംഗിൾ. ഈ ആംഗിളിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സൈഡാണ് 25, അതായത് അഡ്ജസൻറ്റ് സൈഡാണ് 25. നമുക്ക് കണ്ടുപിടിക്കേണ്ടയോ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും കൂടെ വരുന്ന ആംഗിൾ ഏതുണ്ട്? നമുക്ക് 3 ആംഗിൾസിനെ നമുക്കറിയാം. സൈൻ, കോസ്, ടാൻ അല്ലേ? നോക്കിയേ, സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പർന്യൂസിനെയാണ് നമ്മൾ സൈൻ എന്ന് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പർന്യൂസ്. കോസ് എന്ന് പറയുന്നതോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ്. ഇവിടെ നോക്കിയേ, ഹൈപ്പർന്യൂസ് നമുക്ക് തന്നിട്ടില്ല. ഹൈപ്പർന്യൂസ് ക്വസ്റ്റ്യൻ ഇല്ല. ഏതെങ്കിലും 2 സൈഡ് കിട്ടിയാണെങ്കിൽ നമുക്ക് ഹൈപ്പർന്യൂസ് കണ്ടുപിടിച്ചേനെ. പക്ഷേ ഇവിടെ ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കാൻ യാതൊരു വഴിയില്ല. ഇനി നോക്കിയേ, ടാൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റിനെയാണ് നമ്മൾ ടാൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഉണ്ടെങ്കിൽ നമുക്ക് ടാൻ 30 കണ്ടുപിടിക്കാം. അതായത് എനിക്ക് ഈ ഇക്വേഷൻ ഞാൻ എടുക്കുന്നു, ഇവിടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. അതുകൊണ്ട് ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. h ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡായ 25 എടുക്കുന്നു. 25 ഓക്കെ ആണോ? ഇനി ടാൻ 30യുടെ വാല്യൂ കാണാൻ പഠിച്ചു വെച്ചേക്കുക. 1/3 എന്നുള്ളതാണ് ടാൻ 30യുടെ വാല്യൂ. അതായത് നമുക്ക് h ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എഴുതാം h ഈക്വൽ ടു ടാൻ 30 ഇൻറ്റു 25. ടാൻ 30 ഇൻറ്റു 25. ടാൻ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/√3 ആണ് ടാൻ 30. ടാൻ 30 എന്ന് വെച്ചാൽ 1/√3 ഇൻറ്റു 25. ആൻസർ എത്ര കിട്ടും നമുക്ക്? 25 ഡിവൈഡ് ബൈ √3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 25/√3 എന്ന് കിട്ടി. ഓപ്ഷൻ 1 ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദ പാറ്റേൺ ഓഫ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ഫിഗർ. നോക്കിയേ, ഇവിടെ ഒരു പാർട്ട് മിസ്സിംഗ് ആണ്. എന്തായിരിക്കും? നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ നോക്കിയേ, ആദ്യം ഒരു സർക്കിൾ വരുന്നു. ഓക്കെ, അതിൻ്റെ പുറത്ത് ആ സർക്കിളിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നു. ഇനി എന്ത് ചെയ്യണം? ഇത് നോക്കി, ഈ മൂലയ്ക്കായിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരുന്നു, അതിനെ കവർ ചെയ്തൊരു സർക്കിൾ വരുന്നു. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് വരച്ചതിനകത്ത് നിന്ന് മനസ്സിലായി. ഇനി നോക്കിയതേ, ഇങ്ങനൊരു വര കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇങ്ങനെ ക്രോസ്. ഇങ്ങനെ കണ്ടോ, സിമ്പിളായിട്ട് നമ്മളത് ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.